ഈ ലോജിക് ഗ്രൂപ്പിൻ്റെ കീഴിൽ എത്ര തൊഴിലാളികളുണ്ടായിരിക്കും? ഇപ്പോൾ ഒരു 200 ചില്ലാനം. നല്ലൊരു അപ്പോൾ അത് 200 ചില്ലാനം അവരുടെ കുടുംബങ്ങളും എല്ലാം ഡിപ്പെൻഡ് പോകുമ്പോൾ തീർച്ചയായിട്ടും അല്ലേ? അതിലൊന്നും അധികം നമ്മളെ ഇന്ത്യൻ കേരള എന്നുള്ളതാണ്. പല പിന്നെ മറ്റുള്ളവർ പിന്നെ ശ്രീലങ്ക, നേപ്പാൾ, ഫിലിപ്പീൻസ്. കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നുള്ളവരുണ്ട്. എല്ലാ ഭാഗത്തു നിന്നുണ്ട്. തലശ്ശേരി, കണ്ണൂർ, പിന്നെ കാസർഗോഡ്, തിരുവനന്തപുരം, പല ഭാഗത്തു അത് നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ കുറച്ച് പേരൊക്കെ ഇവിടെ ഉള്ളവർ തന്നെ ആയിരിക്കും? അതെ. ഇപ്പോൾ ഇവിടെ ഇവിടെയുള്ള സ്റ്റാഫിന് അവരുടെ കെയർ ഓഫിൽ അങ്ങനെ വന്നിട്ടുള്ളതാണ് എല്ലാവരും. വിസ മാറ്റി അല്ല, ഇപ്പോൾ ഇവിടെ നമ്മൾ കമ്പനിയിൽ ഒരാൾ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ കുടുംബം അവരെത്രൂ അങ്ങനെ ഇത്രയധികം ആൾക്കാർ അങ്ങനെ. അല്ലാണ്ട് നേരിട്ട് നമ്മളവിടെ പോയിട്ടൊരു ഇൻ്റർവ്യൂ കാര്യങ്ങൾ നടത്തിയിട്ടില്ല. ഇന്റർവ്യൂ കാര്യങ്ങൾ നടത്താതെ എത്ര കറക്റ്റ് ഏബിൾ ആണെന്നുള്ള അങ്ങനെ മനസ്സിലാക്കാൻ പറ്റും, എലിജിബിൾ ആണെന്നുള്ളത്? അത് നമ്മളെ സ്റ്റാഫ് അതുപോലെയല്ലേ നമ്മളോട് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ആൾക്കാരെല്ലാവരും നമുക്ക് മുതലാളി തൊഴിലാളി ബന്ധം എങ്ങനെയാണ്? നമ്മൾ സഹോദരന്മാരുമാരാണ് തീർച്ചയായിട്ടും. അതങ്ങനെ തന്നെ നിലനിൽക്കണം എന്നാണ് ആഗ്രഹം. തീർച്ചയായിട്ടും നിലനിൽക്കട്ടെ. അക്കോമഡേഷൻ എല്ലാം പ്രൊവൈഡ് ചെയ്യണം. അല്ലാണ്ട് അവർക്കൊക്കെ എങ്ങനെയാണ് ലീവ് കിട്ടുന്ന നാട്ടിലോട്ട് പോകാൻ? അവർക്ക് 2 വർഷം കൂടുമ്പോൾ 4 മാസം ലീവുണ്ട്. പിന്നെ ചിലർക്ക് ഒരു വർഷത്തിൽ പോണവരുണ്ട്. ഒരു പ്രവാസി എന്ന നിലയിൽ യൂസഫ് ഭായി പരിപൂർണമായിട്ട് ഹാപ്പിയാണ്? സന്തോഷമാണ് ആണല്ലേ? തീർച്ചയായിട്ടും. എന്താണ് ശരിക്കും ഒന്ന് പ്രധാനമായിട്ട് നമുക്ക് സന്തോഷം വരുന്നത് നമുക്ക് പണം കിട്ടുന്നു അല്ലേ? അത് കൂടാതെ ശരിക്കും ഇവരെ ഒപ്പം കൂടെ നിൽക്കുന്നിട്ടുള്ള ഒരു സന്തോഷം ഉണ്ടല്ലോ. ഇവരെ നമുക്കിപ്പോൾ ഞാനെന്ന് വെച്ചെങ്കിൽ രാവിലെ മക്കളെ കൊണ്ടുപോയി വിട്ടാൽ നേരെ വരും ഓഫീസിൽ. അപ്പോൾ ചെറുപ്പത്തിൽ നമ്മൾ നല്ലോണം അധ്വാനിച്ചിട്ട് വന്നിട്ടാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഫസ്റ്റിലൊക്കെ എന്ന് വെച്ചെങ്കിൽ ഈ ഫുട്പാത്തിൽ നിൽക്കണ മാതിരി അങ്ങനത്തെ ഒരു ഷോപ്പായിരുന്നല്ലോ. അവിടുന്ന് ഓരോ സ്റ്റെപ്പ് വെച്ചിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് താഴെ തട്ടിലുള്ള എല്ലാ ആൾക്കാരുടെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അതിനനുസരിച്ചിട്ട് അവരോട് പെരുമാറാനും കഴിയും. അതാണ് എൻ്റെ ഇവിടുത്തെ ജീവിത രീതി ശരിക്കും പറഞ്ഞാൽ വളരെയധികം സിസ്റ്റമാറ്റിക് ആയിരിക്കും. തീർച്ചയായിട്ടും അല്ലേ? രാവിലെ എപ്പോൾ തുടങ്ങും? രാവിലെ 7:30 രാവിലെ മോർണിംഗ്. എത്ര മണിക്ക് എഴുന്നേൽക്കും? രാവിലെ ഒരു 4:30 5 മണിക്ക് ഉറങ്ങും? അപ്പോൾ ഉറങ്ങലൊക്കെ ലേറ്റ് ആയിട്ടാണ്. അതിൽ ഉച്ചക്ക് ബ്രേക്ക് ഉണ്ട് കേട്ടോ. ആ സമയത്തൊന്നും ഉറങ്ങും? ആ സമയത്ത് ഒരു 1 അവർ 7:30ക്ക് സ്ഥാപനത്തിലെത്തിയിരിക്കും. എന്നിട്ട് ഉച്ചക്ക് 1:30 പിന്നെ 4 തിരിച്ചു വന്ന് പിന്നെ എത്ര മണിക്ക് 4 to പിന്നെ 10, 8, 9 അങ്ങനെ മിനിമം 9:30 ആണ്. ഇതിനിടയിൽ വേറെ എൻ്റർടൈൻമെൻറ്റ്സ് എന്തൊക്കെയാണുള്ളത്? വേറെ മറ്റുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വായനാശീലം ഉണ്ടാകാം, അല്ലെങ്കിൽ സ്പോർട്സിനോട് താല്പര്യമുണ്ടോ, അല്ലെങ്കിൽ വേറെ സിനിമ കാണാൻ പോവുകയോ? വീക്കിലി അങ്ങനെ കുട്ടികളായിട്ടൊന്ന് ഫോറിനിഷിൽ അല്ലെങ്കിൽ അങ്ങനെ ഉള്ളൊരു പരിപാടി. ഇവിടെ ശരിക്കും ദോഹയിൽ കുട്ടികളൊക്കെ ആയിട്ട് കറങ്ങാൻ പറ്റിയ എന്തൊക്കെയാണുള്ളത്? കുട്ടികളായിട്ട് ഇപ്പോൾ അധിക സ്ഥലങ്ങൾ ഇപ്പോൾ ഈ പാർക്ക്, കോർണിഷ് അങ്ങനെയുള്ള, പിന്നെ അതുപോലെ സിനിമക്ക. ഭക്ഷണ രീതി എങ്ങനെയാണ് ശരിക്കും? കാരണം നമ്മുടെ നാട്ടിലെ ഫുഡാണ് വീട്ടിൽ, നമ്മുടെ നാട്ടിലെ ഫുഡ്, നമ്മുടെ നാട്ടിലെ അരി, നമ്മുടെ നാട്ടിൽ നിന്നുള്ള മസാലകൾ, കുട്ടികൾക്ക് ഇഷ്ടം നമ്മുടെ നാട്ടിലെ ഭക്ഷണമാണ്. അതേ പുറത്ത് പോയിട്ട് അല്ലല്ല ഫാസ്റ്റ് ഫുഡിനോട് താല്പര്യം കൂടും. പക്ഷേ നമ്മളങ്ങനെ ഫാസ്റ്റ് ഫുഡിനോട് കുട്ടികളെ അത് കഴിപ്പിച്ച് ശീലിപ്പിക്കാൻ ശ്രമിക്കുന്നില്ല അല്ലേ? യാത്ര പോയിട്ടുണ്ട്? യാത്ര ഒരുപാട് സ്ഥലത്ത് പോയിട്ടുണ്ട്. USA പോയിട്ടുണ്ട്, ലണ്ടന്, പിന്നെ സൗത്ത് ആഫ്രിക്ക, പിന്നെ ഈജിപ്ത്, സുഡാന്, പിന്നെ GCC എല്ലാം പോയിട്ടുണ്ട്. സൗത്ത് ആഫ്രിക്ക യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു? അത് അന്നൊരു മറ്റേ ക്രിക്കറ്റിൻ്റെ ഇത് പരിപാടി ഉണ്ടായിരുന്നു. അതൊക്കെ ഇവരെ ഈ ഇവിടുത്തെ കമ്പനി കൊണ്ടുപോകുന്നതാണ്, ഒരു ടൂർ പാക്കേജ് പോലെ അവരതിൽ പോകുന്നതാണ്. ഇത്രയും രാജ്യങ്ങൾ സന്ദർശിച്ചൊരു വ്യക്തി എന്നല്ലേ ചോദിക്കുകയാണ്, ഈ രാജ്യങ്ങളുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ നമ്മുടെ രാജ്യം എവിടെ എത്തിയിട്ടുണ്ട്? നമ്മുടെ രാജ്യമാണ് സ്വർഗം. എല്ലാം കൊണ്ടും, എസ്പെഷ്യലി അബൌട്ട് കേരള. നമുക്ക് കിട്ടുന്ന സൗഭാഗ്യങ്ങളിൽ പലതും അവിടെ ഒന്നും ഇല്ലാന്ന് തോന്നിയത് എന്തൊക്കെയാണ് ശരിക്കും പറഞ്ഞത്? കേരളത്തിൽ അത് വേറെ ഒന്നും വേണ്ട, നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ചിന്തിച്ചാൽ മതി. നമ്മുടെ നാട്ടിൽ നമുക്ക് ഇഷ്ടപ്പെട്ടത് എന്തൊക്കെ ശരിക്കും പറഞ്ഞു? പ്രകൃതി ഭംഗി, ക്ലൈമറ്റ്, അങ്ങനെയൊക്കെയാണോ? തീർച്ചയായിട്ടും. പിന്നെ വേറെ അടുത്തുള്ള അവരായിട്ടുള്ള സമ്പർക്ക കൂട്ടായ്മ, അതൊന്നും പുറത്തു പോയി കഴിഞ്ഞില്ല. നമ്മുടെ നാടും സ്വർഗമാണ്. അത് തീർച്ചയായിട്ടും ഒരിക്കൽ പറഞ്ഞാൽ പറ്റില്ല അത്. ശരി. അപ്പോൾ ഒരു എന്താ പറയുക, അതിപ്പോൾ എത്ര പറഞ്ഞാലും പുറത്ത് പോയാലാണ് അത് നമ്മളെ നാട് എന്താന്ന് പറയാൻ പറ്റുള്ളൂ. ഓരോ യാത്ര കഴിഞ്ഞ് വരുമ്പോഴും അത് തോന്നും. തീർച്ചയായിട്ടും അല്ലേ?
ഇതിലൊക്കെ ഇപ്പോൾ നമ്മൾ ഇത്രയൊക്കെ സ്ഥലങ്ങൾ പോയി. ഇപ്പോൾ എന്തിനാ പറയണത്, ഇപ്പോൾ ഈ ഒരു നമ്മളെ സ്പോൺസർ വന്നിട്ടുണ്ടായിരുന്നു, ആളുടെ കൂടെ ഞാനാണ് മൊത്തത്തിൽ കേരളത്തിൽ 4-5 സ്ഥലം കറക്റ്റായിട്ട് കാണാൻ പറ്റിയത്. അല്ലെങ്കിൽ നമ്മൾ പോവാറില്ലല്ലോ അത്ര. ഇപ്പോൾ ഈ ബോട്ടിൻ്റെ പരിപാടിയൊക്കെ ആലപ്പുഴയിൽ കുമരകം, പിന്നെ എന്താമാതിരി ഞങ്ങൾ അതിരപ്പള്ളി വാഴച്ചാൽ ഇവിടെയൊക്കെ പോയിരുന്നു. അവിടെയൊക്കെ ഡാം കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ അവർക്ക് തന്നെ ഭയങ്കര, അവർ ഇപ്പോൾ സ്വിറ്റ്സർലാൻഡ് അടക്കം പോയ ആൾക്കാരുണ്ട്. ശരിയാണ്. നമ്മുടെ കുമരകത്തിൻ്റെ ഒന്നും ബോട്ടിൻ്റെ ആ യാത്രയുടെ സുഖം ഭംഗിയൊന്നും ജീവിതത്തിൽ പറക്കില്ല. അല്ല, നമ്മുടെ ടൂറിസത്തിൻ്റെ പ്രധാന ഒരു ഘടകമാണ് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. മൊത്തത്തിൽ എന്തിനാ പറയുക, നമ്മളെ സ്വന്തം വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു കോറി പൊട്ടിച്ചിട്ട് അതിൽ നിൽക്കണ വെള്ളത്തിൻ്റെ അതടക്കം അലമൂപ്പര് വളരെയധികം എൻജോയ് ചെയ്തു. ഇപ്പോൾ യൂസഫ് പറഞ്ഞു, തുടക്കത്തിൽ പറഞ്ഞു, വളരെ ചെറിയ രീതിയിൽ വേറെ ജോലി ചെയ്തതിനും കടയിൽ വന്ന് തുടങ്ങി, അല്ലേ? സ്ട്രീറ്റിന് സൈഡിൽ നിന്ന് ചെറിയ കടയിൽ തുടങ്ങിയിട്ട് താങ്കൾ ഇത്രയും നല്ലൊരു പൊസിഷനിൽ വരെ എത്തി. തീർച്ചയായിട്ടും അത് ദൈവത്തിൻ്റെ അനുഗ്രഹം, പിന്നെ ഭാഗ്യം, തീർച്ചയായിട്ടും പിന്നെ കഠിനാധ്വാനം, ഒരുപാട് കാര്യങ്ങളുണ്ടായി. അപ്പോൾ വളരെയധികം അനുഭവങ്ങളുള്ളൊരു വ്യവസായിയാണ് താങ്കൾ. ഇപ്പോൾ നമ്മുടെ അഭിമുഖം കേട്ടുകൊണ്ടിരിക്കുന്ന യുവജനങ്ങളുണ്ടാകും, ന്യൂ ജനറേഷൻ. അവർക്ക് വ്യവസായത്തിലേക്ക് പ്രവാസികളായിട്ട് വരുവാൻ ആഗ്രഹമുണ്ടാകും. അങ്ങനെയാണെങ്കിൽ അവർക്ക് വിജയം കണ്ടെത്തണമെങ്കിൽ എന്തെല്ലാം വേണം, എന്തെല്ലാം ഘടകങ്ങൾ വേണമെന്നൊരു മെസ്സേജായിട്ട് എന്ത് പറയാൻ കഴിയും? മെസ്സേജായിട്ട് ഇപ്പോൾ പറയുകയാണെങ്കിൽ നല്ല എന്ത് ഇതിലും നമ്മൾ നമ്മളേതായ ആത്മാർത്ഥത, സത്യസന്ധത ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ടിട്ട് മെല്ലെ മെല്ലെ പോയാൽ അതിനൊരു വിജയം ആർക്കും എവിടെയും പ്രതീക്ഷിക്കുന്നുണ്ട്. അധികം പ്രതീക്ഷിക്കാതെ പോകാം, അല്ലേ? നല്ല സമാധാനം ചെയ്യേണ്ട പണി ആത്മാർത്ഥം ചെയ്ത് മെല്ലെ 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 സ്റ്റെപ്പിന് അതിന് വിജയമുണ്ട്. അതിന് ലോങ് ലൈഫാണ്. പെട്ടെന്ന് എങ്ങനെയെങ്കിലും ഇതാവണമെന്ന് വിചാരിച്ചാൽ അതിനാണ് പാഴ്ചകളും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. കാരണം വളരെ തിരക്കുപിടിച്ച വ്യക്തി, ഒരു നല്ല അനുഭവമായിരുന്നു. നമുക്ക് അങ്ങനെ തിരക്കൊന്നുമില്ല, കാഷ്വലായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചുരുങ്ങിയ സമയമുണ്ട്. നമ്മൾ സമയപരിധി കൊണ്ടാണ് നിർത്തുന്നത്, അല്ലെങ്കിൽ ഞാൻ കുറേ കൊണ്ട് സംസാരിച്ചത്. ഇനി ഇത്ര സമയം സംസാരിക്കാനുള്ള മാറ്റർ താങ്കളുണ്ടെന്ന് അറിയാം. എന്തായാലും ചുരുങ്ങിയ സമയം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. പ്രേക്ഷകർക്ക് നല്ല അനുഭവമായിരിക്കും ഇത്. ലോജിക് ഗ്രൂപ്പ് ഇനിയും വളരെ ലോജിക്കോടുകൂടി ഒരുപാട് വിവരങ്ങളിലേക്ക് പോകട്ടെ. എല്ലാ ആശംസകളും നേരുന്നു ഞാൻ. യൂസഫ് ഭായിയുമായിട്ടുള്ള ഈ അഭിമുഖം ഇവിടെ പൂർണ്ണമാകുകയാണ്. സമയം പോയതറിഞ്ഞില്ല. ചുരുങ്ങിയ സമയം കൊണ്ട് ഒട്ടേറെ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങൾ. അത് കേട്ടിരിക്കുന്ന നമുക്ക് ഒരു പാഠപുസ്തകം പോലെയാണ്. ഇനിയും ഒരുപാട് ഉയർച്ചയിലേക്ക് അദ്ദേഹം പോകേണ്ടിയിരിക്കുന്നു. ഹൈപ്പർ മാർക്കറ്റ് തുടങ്ങുന്ന ഒരുപാട് പുതിയ കൺസെപ്റ്റുകളുണ്ട്. എല്ലാം വിജയമായി തീരട്ടെ. നമുക്ക് ആശംസകൾ നേരാം. അടുത്ത എപ്പിസോഡിൽ ഞാൻ ദോഹയിലെ മറ്റൊരു മലയാളി വ്യവസായിയുമായിട്ട് വരും. അതിനു മുമ്പ് ചോദ്യം ഇതാണ്: എത്ര എമിറേറ്റ്സ് കൂടിയതാണ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് UAE? ചോദ്യം ഒന്നുകൂടി: എത്ര എമിറേറ്റ്സ് കൂടിയതാണ് UAE? നിങ്ങളുടെ ഉത്തരം ഇനി പറയുന്ന ടെലിഫോൺ നമ്പറിൽ വിളിച്ചറിയിക്കുക. ഞങ്ങളെ വിളിക്കേണ്ട ഫോൺ നമ്പർ 0484-231-7782 അല്ലെങ്കിൽ 83. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 0484-231-7782 അല്ലെങ്കിൽ 83.